നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റായ ഡോക്ടർ നിതിൻ രാജാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, നമുക്കറിയാം ഈ പ്രോസ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ പുരുഷന്മാരുടെ മാത്രം ഒരു ഗ്രന്ഥി എന്ന് പറയാറുണ്ട്. അപ്പോൾ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഗ്രന്ഥിയെക്കുറിച്ച് പറയുമ്പോൾ അത് എവിടെയാണ് സിറ്റുവേഷൻ, അതിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ധർമ്മം എന്താണ്? പ്രോസ്റ്റേറ്റ് പുരുഷന്മാരിൽ മൂത്രസഞ്ചിക്ക് പിറകിലായിട്ട് കാണുന്ന ഒരു ഗ്രന്ഥിയാണ്. ഇത് പുരുഷന്മാരിൽ മാത്രം ഉണ്ടാകുന്നതാണ്. സെമൻ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതിന് കുറച്ച് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ലൂബ്രിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്നാണ്. ഒരു പ്രായം കഴിയും തോറും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ജീവിതകാലം മൊത്തം ആവശ്യമുള്ള ഒരു ഇതാണ്. എന്നിരുന്നാൽ കൂടി ഒരു പ്രായം കഴിയും തോറും അതിൽ വരുന്ന മാറ്റങ്ങൾ പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി തീരുകയാണ് പതിവ്. തീർച്ചയായിട്ടും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെക്കുറിച്ച് പറയുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രായമായവരുടെ മാത്രം ക്യാൻസർ പട്ടികയിൽ വരുന്ന ഒന്നാണോ? തീർച്ചയായിട്ടും എല്ലാ ക്യാൻസറും പോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറും പല ക്യാൻസറുകളും ഇപ്പോൾ കുട്ടികൾക്ക് വരാം, മുതിർന്നവർക്ക് വരാം, അങ്ങനെ ഏത് ഏജ് ഗ്രൂപ്പുകാർക്ക്. എന്നിരുന്നാൽ കൂടി പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ഒരു ആവറേജ് ഏജ്, ഒരു സാധാരണക്കാരിൽ കാണുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് 60 അല്ലെങ്കിൽ 70 വയസ്സിലാണ്. സാധാരണഗതിയിൽ 50 വയസ്സിന് താഴെയുള്ള ആർക്കും അങ്ങനെ നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ കാണാറേ ഇല്ല. 50 വയസ്സിന് മുകളിലേക്ക് വരും തോറും എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സാധാരണയുള്ള മാറ്റങ്ങൾ അത് അടിഞ്ഞുകൂടി ജനിതഘടനയിൽ വരുന്ന വ്യത്യാസങ്ങൾ പിന്നീട് അടിഞ്ഞുകൂടിയിട്ട് ഒരു പ്രായം കഴിയുന്തോറും അത് പിന്നീട് ക്യാൻസറായി മാറുന്നത് ഒരു 50 അല്ലെങ്കിൽ 60 വയസ്സിന് ശേഷമാണ്. മറ്റ് ക്യാൻസറുകളെ പോലെയല്ല പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളരെ പതുക്കെ വളരുന്നതും വളരെ പതുക്കെ വളരുന്നതുമായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പ്രായമായവർ, അതായത് ഒരു 60 വയസ്സ് 70 വയസ്സിനും ആ പ്രായത്തിലുള്ളവർക്കാണ് സാധാരണ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കാണാറുള്ളത്. തീർച്ചയായിട്ടും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ പലരും ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഏർലി ഡിറ്റക്ഷൻ ഉണ്ട്. ഈ PSA വാല്യൂവുമായിട്ട് കമ്പയർ ചെയ്ത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് വലിയ രീതിയിലുള്ള പേഷ്യൻസിനുള്ള കൺഫ്യൂഷൻസും ഡോക്ടറെ അടുത്ത് ചോദിക്കുന്നതും മൾട്ടിപ്പിൾ ഒപ്പീനിയൻ എടുക്കുന്നതും ഒക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഈ PSA എന്ന് പറയുന്ന വാല്യൂ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറുമായിട്ട് യാതെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ടോ? അതുപോലെ തന്നെ പ്രായമായവരെല്ലാം പലപ്പോഴും നമ്മൾ ക്യാൻസർ സ്ക്രീനിങ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാറുണ്ട്. ഇപ്പോൾ പലതരത്തിലും ഇപ്പോൾ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ഇപ്പം സ്ത്രീകൾക്കാണെങ്കിൽ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് വളരെ രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ളത് ഡോക്ടറെ കൊണ്ടും അതുപോലെ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴോ ഗൈനക്കോളജിസ്റ്റിനെ കാണുമ്പോഴോ ഒക്കെ ചെയ്യാറുള്ളത്. ഈവൻ ആനുവൽ പരിശോധന നടത്തണം എന്ന് പോലും പറയാറുണ്ട്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ക്രീനിങ് പോസിബിൾ ആണോ? പ്രോസ്റ്റേറ്റിൽ നിന്ന് വരുന്ന ഒരു ബ്ലഡിൽ, നമ്മുടെ രക്തത്തിലെ ഒരു പരിശോധന കൊണ്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ അഥവാ PSA എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു നോർമൽ ലെവൽ 2 തൊട്ട് 4 വരെയൊക്കെ കാണാറുള്ളൂ. പല കാരണങ്ങൾ കൊണ്ടും PSAയുടെ അളവ് ക്രമാതീതമായി കൂടാം. അത് എല്ലാം ക്യാൻസർ കൊണ്ട് തന്നെ ആവണം എന്നില്ല. പ്രോസ്റ്റേറ്റിൽ വരുന്ന ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൽ കാണുന്ന ക്യാൻസർ അല്ലാത്ത വളർച്ച, ഇതിലെല്ലാം PSAയുടെ തോത് അല്ലെങ്കിൽ അളവ് ക്രമാതീതമായി ഉയർന്ന് നമ്മൾ കാണാറുണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ അതേപോലെ തന്നെ PSAയുടെ അളവ് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. എന്നിരുന്നാൽ കൂടിയും പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സ്ക്രീനിങ്ങിനായി PSA ഉപയോഗിക്കാമോ എന്നുള്ളത് വളരെ കോൺട്രവേഴ്ഷ്യലായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മളൊരു ക്യാൻസർ സ്ക്രീനിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നത്? ഇത്ര പേരിൽ ഒരു ക്യാൻസറിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വളരെ ഒരു നല്ല എമൗണ്ട് ഓഫ് ആളുകൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും അവരെ ട്രീറ്റ് ചെയ്ത് അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ സാധാരണ ക്യാൻസർ സ്ക്രീനിങ്ങിൻ്റെ വില പറയുന്നത്. പ്രോസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ പതുക്കെ വളരുന്ന ഒരു ക്യാൻസറും ജീവൻ അധികം അപകടമുണ്ടാക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാൻസറാണ്. അത് വളരെ അഡ്വാൻസ് സ്റ്റേജിൽ ഒത്തിരി സ്പ്രെഡ് ആയതിനു ശേഷം മാത്രമേ അത് ജീവന് വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാറുള്ളൂ. അത് വളരാൻ തന്നെ 5-10 വർഷങ്ങൾ എടുക്കും. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നേരത്തെ കണ്ടുപിടിച്ചാൽ കൂടിയും അത് അപ്പോഴേ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് ജീവൻ രക്ഷിക്കുന്നതിൽ എത്രത്തോളം അതിനൊരു പ്രാധാന്യമുണ്ട് എന്ന് ഇന്നുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. 2 രീതിയിലുള്ള പഠനങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. പൊതുവേ ഇത് വെസ്റ്റേൺ രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങളിൽ അമേരിക്ക, യൂറോപ്പ്, അവിടെയൊക്കെ കൂടുതലായിട്ട് പണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ക്രീനിങ് നടത്തിയിരുന്നു. പിന്നീട് അവിടെ തന്നെ കാണിക്കുന്ന പഠനങ്ങളിൽ ചില പഠനങ്ങളിൽ ജീവൻ രക്ഷിക്കുന്നതിന് വളരെ വലിയ വില ഉള്ളതായിട്ടും മറ്റ് ചില പഠനങ്ങളിൽ അത്രത്തോളം വ്യത്യാസം ഇല്ല എന്നും കാണുന്നുണ്ട്. എന്നിരുന്നാൽ വളരെ തുടക്കത്തിലേ കണ്ടുപിടിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ അത് ഓവർ ട്രീറ്റ്മെൻറ്റ്, അധികമായ ചികിത്സയിലേക്ക് നയിക്കുമോ എന്നുള്ള പേടി കൊണ്ടാവാം ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ട്, പ്രത്യേകിച്ച് ഏജ്ഡ് ഉള്ള ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ 50 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം ഒരു BPH എന്ന് പറയുന്ന ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ഈ BPH ഉള്ളവർക്കും ഒരു കാരണവും കൂടാതെ തന്നെ ഈ PSA വാല്യൂ കൂടിയിരിക്കും. അതെ,
സാധാരണ BPHൽ കാണുന്ന PSA വാല്യൂ കൂടുന്നത് ഒരു ചെറിയ രീതിയിലൊക്കെ കൂടാറുള്ളൂ. പക്ഷേ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളരെ കൂടുതലായിട്ട് തന്നെ കാണാറുണ്ട്. അത് മാത്രമല്ല നമ്മൾ വളരെ ലളിതമായൊരു പരിശോധനയിൽ കൂടെ പെർറെക്ടൽ എക്സാമിനേഷനിൽ കൂടെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണോ എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അറിയാം. കാരണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ക്യാൻസർ ഉണ്ടാകുമ്പോൾ അത് വളരുന്നത് കുറച്ചുകൂടെ പിന്നിലേക്കും അതിൽ പ്രോസ്റ്റേറ്റ് എന്ന ഗ്രന്ഥിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കുറച്ചുകൂടെ കടുപ്പമുള്ളത് നമുക്ക് വിരലുകൊണ്ട് തൊട്ടാൽ കുറച്ചുകൂടെ പെട്ടെന്ന് അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സാധാരണ ഈ ക്യാൻസർ അല്ലാത്ത ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേസിയയും പ്രോസ്റ്റേറ്റിക് ക്യാൻസറും തമ്മിൽ തിരിച്ചറിയുന്നത്. പിന്നീട് ഇതിൻ്റെ പരിശോധനയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റിക് ബയോപ്സി ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഇത് BPH ആണോ അതോ പ്രോസ്റ്റേറ്റിക് ക്യാൻസർ ആണോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാകുന്നവരുടെ ലക്ഷണങ്ങളാണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു പ്രശ്നം ഉണ്ടായാൽ എപ്പോഴാണ് ഈ ഡോക്ടറെ പോയി ഇത് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം 50 വയസ്സ് 55 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ യൂറിൻ ഒഴിക്കുമ്പോൾ ഉള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, ചെറിയ പുകച്ചിലൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോകാൻ പറ്റാത്ത തോന്നലുകൾ ഉണ്ടാവും. ഇതൊക്കെ സാധാരണമായിട്ട് അവർ വളരെ സ്ലോ ആയിട്ട് വരുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്? എന്തൊക്കെ ലക്ഷണങ്ങളാണ് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? ശരി, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം പോകാനുള്ളൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു പ്രായം കഴിഞ്ഞ പലരിലും ഇത് കോമൺ ആയതുകൊണ്ട് നമ്മൾ അത്രയും ശ്രദ്ധിക്കാറില്ല. എന്നിരുന്നാൽ കൂടിയും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വളരുമ്പോൾ അത് മൂത്രസഞ്ചിയുടെ തൊട്ട് പിറകിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് പ്രസ് ചെയ്തിട്ട് മൂത്രം പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. അത് മാത്രമല്ല ഈ മൂത്രനാളി പ്രോസ്റ്റേറ്റിനുള്ളിൽ കൂടെയാണ് പോകുന്നത്. അങ്ങനെയും മൂത്രം കറക്റ്റായിട്ട് പോകാനുള്ള ബുദ്ധിമുട്ടോടെ തന്നെയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ സാധാരണ ആരംഭിക്കുന്നത്. പിന്നീട് ഇത് മൂത്രസഞ്ചിയിൽ കൂടുതൽ മൂത്രം കെട്ടി നിൽക്കാൻ, അതായത് കംപ്ലീറ്റ് ആയിട്ട് മൂത്രമൊഴിച്ച് ഒഴിവാക്കാനുള്ള ആ ഒരു സാഹചര്യം ഇല്ലാതെ വരികയും ആ കെട്ടി നിൽക്കുന്ന മൂത്രത്തിൽ പിന്നീട് ഇൻഫെക്ഷൻ വരാനുള്ള, അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലായുണ്ട്. അണുബാധ വളരുമ്പോൾ ചിലപ്പോൾ മൂത്രമൊഴിക്കുമ്പോൾ ഒരു പുകച്ചിലായിട്ടോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ ഒരു തരിപ്പോ വേദനയായിട്ടോ അനുഭവപ്പെടാറുണ്ട്. അഥവാ പ്രോസ്റ്റേറ്റിക് ക്യാൻസർ കുറച്ച് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു കഴിയുകയാണെങ്കിൽ എല്ലിലേക്കോ ലിംഫ് നോട്ട്സ് അഥവാ കഴലകളിലേക്കാണ് സാധാരണ പടരാറുള്ളത്. എല്ലിലേക്ക് മറ്റാണെങ്കിൽ എല്ലിലുണ്ടാവുന്ന വേദന, ഇങ്ങനെയൊക്കെയാണ് സാധാരണയായി കാണാറുള്ളത്. ഇതിനോടൊപ്പം കുറച്ച് നാളായിട്ട് ആഹാരത്തിനോടൊരു താല്പര്യമില്ലായ്മയോ, ഒരു വിശപ്പ് കുറവ്, തൂക്കം പെട്ടെന്ന് കുറയുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആവണമെന്നില്ല, എന്നാലും പ്രോസ്റ്റേറ്റ് ഒരു പ്രശ്നമാണ്. അത് ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഗ്രൂപ്പുകളുണ്ടോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ ഇത് പ്രായം കൂടുന്തോറും വരുന്ന ആൾക്കാരിൽ കാണുന്നതുകൊണ്ട് തന്നെ മറ്റൊരു ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്നൊന്നും പ്രോസ്റ്റേറ്റ് ക്യാൻസർ നോക്കാൻ. ഇപ്പോൾ സാധാരണഗതിയിൽ സ്മോക്കിംഗ് ഉള്ള ആൾക്കാർക്ക്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ലങ് ക്യാൻസറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സ്മോക്കിംഗ് ഒരു പ്രധാന ഘടകമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഏതെങ്കിലും രീതിയിലുള്ള കാർസിനോജനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരം ഹാബിറ്റുകളും പ്രോസ്റ്റേറ്റ് ക്യാൻസറുമായിട്ട്, ഇങ്ങനെയുള്ള ഹാബിറ്റുകളും റിസ്ക് ഫാക്ടറുമായിട്ട് പൊതുവേ ഒരു അടുത്ത ബന്ധമില്ലാത്ത ക്യാൻസറുകളൊന്നാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ റിസ്ക് ഫാക്ടേഴ്സായിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഏർലി ഡിറ്റക്ഷൻ പോസിബിൾ ആണോ? പലപ്പോഴും നമുക്കറിയാം, സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ലോങ് പീരീഡ് ഉണ്ട്, ഇത് ക്യാൻസറായിട്ട് വളർന്നു വരുന്ന ഒരു ലോങ് പീരീഡ് ഉണ്ട്. അപ്പോൾ വളരെ സ്ലോ ആയിട്ടായിരിക്കും ഈ ബുദ്ധിമുട്ട് ഈ പേഷ്യൻറ്റിനെ വരിക. അപ്പോൾ ഏർലി ഡിറ്റക്ഷൻ പോസിബിൾ ആണോ? അതേപോലെ തന്നെ ഏർലി ഡിറ്റക്ഷൻ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ തുടയും അപ്പോൾ ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ഈ കാര്യത്തിൽ ആക്ച്വലി രണ്ട് തരം ചിന്താഗതികൾ നടന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് വളരെ പതുക്കെ വളരുന്നതായതുകൊണ്ട് ഒരു പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായേക്കില്ല. അത്രയും നേരത്തെ ട്രീറ്റ് ചെയ്തതുകൊണ്ട് പൂർണ്ണമായിട്ടും മാറ്റി വളരെ ഏർലി ആയിട്ട് കണ്ടുപിടിക്കുമ്പോൾ തീർച്ചയായിട്ടും ചികിത്സിച്ച് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നത് തന്നെയാണ്. ആ ഒരു സമയത്ത് ചികിത്സിച്ച് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റിയതുകൊണ്ട് അങ്ങനെ മാറ്റിയതുകൊണ്ട് നമ്മുടെ ദൈർഘ്യത്തിന് എന്തെങ്കിലും നീളം കൂടുന്നതായിട്ടൊന്നും ഇതുവരെ അങ്ങനെ പഠനങ്ങൾ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ മാത്രം ഇതിന് നമുക്കൊരു ഗ്ലീസൺ സ്കോറിംഗ് എന്നുണ്ട്. അതായത് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമ്മൾ 3 റിസ്ക് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു ലോ റിസ്ക് ഗ്രൂപ്പ്, അതായത് അധികം റിസ്ക് ഇല്ലാത്തൊരു ഗ്രൂപ്പ്, ഇൻ്റർമീഡിയറ്റ് ഇടത്തരം ഒരു റിസ്ക് ഉള്ള ഗ്രൂപ്പ്, ഏറ്റവും ഹയർ ആയിട്ട്, അതായത് മറ്റ് സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ പെൽവിസിൽ തന്നെ മറ്റു ഭാഗങ്ങളിലേക്കോ പടർന്ന ക്യാൻസർ. ഈ ലോ റിസ്ക് ഗ്രൂപ്പിൽ, അതായത് ഏറ്റവും അപകടം കുറഞ്ഞ ഗ്രൂപ്പിൽ നമുക്ക് വേണമെങ്കിൽ ആക്റ്റീവ് സർവൈലൻസ്, അതായത് പ്രത്യേകിച്ച് ചികിത്സകളൊന്നും ചെയ്യാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് ആ സമയത്ത് ചികിത്സ ആരംഭിക്കാവുന്നത് കൂടിയാണ്. ഇതെല്ലാം നമ്മൾ തീർച്ചയായിട്ടും പേഷ്യൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഒരു ഇടവേളയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. ശരി.
ഡോക്ടർക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ചാണ്. ഡോക്ടർ നിതിൻ രാജാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ ഇത് എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്? സാധാരണഗതിയിൽ ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പെർ റെക്ടൽ എക്സാമിനേഷനിൽ കൂടി തന്നെ നമുക്കൊരു ഡയഗ്നോസിൽ എത്താൻ പറ്റുമോ, അതോ പെർ റെക്ടൽ എക്സാമിനേഷനിൽ കൂടി ഒരു സംശയം തോന്നുന്ന ഒരു സാധനം ഒരു ഫൈൻ നീഡിൽ ആക്സ്പെർ അല്ലെങ്കിൽ ഒരു ബയോപ്സി എടുത്ത് നോക്കിയാണോ ഇതിൻ്റെ കൺഫർമേഷൻ? തീർച്ചയായിട്ടും നമുക്കൊരു സംശയം തോന്നുന്ന കാര്യങ്ങളിൽ അപ്പോൾ നമുക്കൊരു പരിശോധനയിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളതിൻ്റെ ഒരു ട്രാൻസ്റെക്ടൽ ബയോപ്സി അല്ലെങ്കിൽ ട്രാൻസ്യൂരീത്തൽ ഒരു പ്രോസ്റ്റേറ്റിക് ബയോപ്സി എടുത്ത് നോക്കുകയാണ് പതിവ്. ഈ ബയോപ്സിയിൽ തന്നെ നമ്മളതിൻ്റെ പ്രോസ്റ്റേറ്റിക് ക്യാൻസറിൻ്റെ ഗ്രേഡിങ് ചെയ്യാറുണ്ട്. ഗ്ലീസൺ സ്കോർ എന്നാണ് അതിന് പറയാറ്. 10 വരെയുള്ള ഒരു നമ്പർ വെച്ചിട്ടാണ് അതിന് പറയുക. 6 തൊട്ട് താഴോട്ടാണെങ്കിൽ അത് വളരെ കുഴപ്പമില്ലാത്തതും, 7 ആണെങ്കിൽ ഇടത്തരം, 8, 9, 10 എന്ന് പറയുന്ന കുറച്ച് അഗ്രസീവായിട്ടുള്ള ഒരു ക്യാൻസറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരിക്കലും ഇത് ഡയഗ്നോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുക? നമുക്കറിയാം, പലപ്പോഴും ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്കാണ് എത്തുന്നത്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഡോക്ടർ പറഞ്ഞു, കുറേ ചുരുക്കം ആൾക്കാർക്ക് മാത്രമാണ്, ഒരു അഗ്രസീവ് ടൈപ്പിന് മാത്രമാണ് തരത്തിൽ അവരുടെ ലൈഫിനെ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിക്കാനുള്ളത്. മിക്കപ്പോഴും പ്രോസ്റ്റേറ്റിക് ക്യാൻസർ എന്ന് പറയുന്നത് പടർന്നു കഴിഞ്ഞാൽ പോലും, മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്ന് സ്റ്റേജ് 4 എന്ന് പറയുന്ന ഒരു ലെവലിൽ എത്തിയാൽ പോലും ഒരു പരിധി വരെ വർഷങ്ങളോളം നമുക്ക് ആ അസുഖത്തിനെ കൺട്രോൾ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ ഏർലി സ്റ്റേജിലുള്ളത് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതും, അഥവാ ലേറ്റായിട്ടാണ്, അഡ്വാൻസ്ഡ് ആണ്, കുറച്ച് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു എന്നിരുന്നാൽ പോലും അത് നമുക്ക് വർഷങ്ങളോളം 5, 10 വർഷങ്ങളൊക്കെ ഒരു ഡിസീസ് കൺട്രോൾ ചെയ്ത് നമുക്ക് അങ്ങനെ പോകാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ചികിത്സാ രീതികളെന്ന് പറയുമ്പോൾ വളരെ ഏർലി ആയിട്ടുള്ളതാണെങ്കിലും മിക്കപ്പോഴും അതൊരു സർജറിയിലൂടെ മാറ്റാൻ പറ്റുന്നതായിരിക്കും. അഥവാ സർജറി അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അതിന് റേഡിയേഷൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പ്രാധാന്യമേറിയതാണ് പ്രോസ്റ്റേറ്റിൻ്റെ ഹോർമോൺ തെറാപ്പി. ഈ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വളരുന്നതിനും അതിൽ ക്യാൻസർ ഉണ്ടാകുന്നതിനും മെയിൽ സെക്സ് ഹോർമോൺസിൻ്റെ പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് മെയിൽ സെക്സ് ഹോർമോൺസ് വരുന്ന വൃഷണങ്ങൾ എടുത്തു മാറ്റുക എന്നുള്ളതും പടർന്നു കഴിഞ്ഞ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ ഒരു ചികിത്സാ രീതിയാണ്. ഇതല്ലാതെ റേഡിയേഷന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മളിപ്പോൾ ക്യാൻസറിൻ്റെ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ 3 ആയിട്ടാണ്: സർജിക്കൽ മാനേജ്മെൻറ്റ്, 2 കീമോതെറാപ്പി, 3 റേഡിയേഷൻ തെറാപ്പി. ഇത് ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനോ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ തന്നെയാണുള്ളത്. തീർച്ചയായിട്ടും അതെ. പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമ്മൾ ഏർലി പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ സാധാരണയായി സർജറിയാണ് ചെയ്യാറുള്ളത്. റാഡിക്കൽ പ്രോസ്റ്റേറ്റ്, അതായത് പ്രോസ്റ്റേറ്റ് മൊത്തമായി എടുത്തു മാറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ്. അതേപോലെ തന്നെ ഏർലി ക്യാൻസറിൽ നമുക്ക് സർജറി അല്ലെങ്കിൽ റേഡിയേഷൻ രണ്ടിനും റിസൾട്ട്സിൽ നമുക്ക് വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചിട്ട് സർജറി അല്ലെങ്കിൽ റേഡിയേഷൻ നമ്മൾ ചെയ്യാറുണ്ട്. റേഡിയേഷൻ കുറച്ച് നാൾ, 1.5 മാസം നീണ്ടു നിൽക്കുന്ന ഒരു റേഡിയേഷൻ ചികിത്സാ രീതിയാണ്. വളരെ ഏർലി ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സൈബർ നൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റേഡിയേഷൻ സർജറി, അതായത് റേഡിയേഷൻ കൊണ്ട് ആ പ്രോസ്റ്റേറ്റിക് ക്യാൻസറിനെ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുന്ന ഒരു ചികിത്സാ രീതി വരെ ഇന്നുണ്ട്. തീർച്ചയായിട്ടും. ഇതിൻ്റെ കീമോതെറാപ്പി എപ്രകാരമാണ്? അതിൻ്റെ ഓറൽ അല്ലെങ്കിൽ കീമോതെറാപ്പി എപ്രകാരമാണ്? എത്ര നാൾ ഇതൊരു ഫോളോ അപ്പിൽ വേണ്ടി വരും? മറ്റ് ക്യാൻസറുകളിലൊക്കെ നമ്മൾ കീമോതെറാപ്പി ഒരുപക്ഷെ നേരത്തെ തന്നെ യൂസ് ചെയ്യാറുണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ പൊതുവേ നമ്മൾ പണ്ടൊക്കെ അങ്ങനെ കീമോതെറാപ്പി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പ്രെഡ് ചെയ്ത ക്യാൻസറിൽ വളരെ ലേറ്റ് ആയിട്ടൊക്കെ, അതായത് കുറേ നാളത്തെ ഹോർമോൺ ചികിത്സയ്ക്ക് ശേഷമാണ് മുമ്പേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴുള്ള പഠനങ്ങൾ കാണിക്കുന്നത് പടർന്നു കഴിഞ്ഞ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ കുറച്ച് നേരത്തെ കീമോതെറാപ്പി യൂസ് ചെയ്ത് തുടങ്ങിയാൽ, ഡോസിടാക്സൽ പോലുള്ള മരുന്നുകൾ, ചില കീമോതെറാപ്പി മരുന്നുകൾ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ ആയുർദൈർഘ്യം കുറച്ചുകൂടെ നീണ്ടു നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. എന്നിരുന്നാൽ കൂടിയും പ്രോസ്റ്റേറ്റ് ക്യാൻസർ പൊതുവെ ഈ ഹോർമോൺ ചികിത്സാ രീതിയോട് വളരെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതായതുകൊണ്ട് വർഷങ്ങളോളം പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അസുഖം നിയന്ത്രിച്ച് പോകാവുന്നതാണ്. ഈ പ്രോസ്റ്റേറ്റ് ഫാമിലി പരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ടോ? നല്ല എപ്പോഴും ചോദിക്കാറുണ്ട്, ക്യാൻസർ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറുള്ള അച്ഛനോ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ മക്കൾക്കും അത് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാൻസറോ ഒക്കെ വരാനുള്ള സാധ്യത. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഒരു അല്ലെങ്കിൽ ജനിതകപരമായിട്ട് ഒരു ഫാമിലിയിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത? പ്രോസ്റ്റേറ്റ് ക്യാൻസർ അങ്ങനെ ജനിതകപരമായ കാരണങ്ങളോ ഒന്നും പറയുന്നില്ല. അങ്ങനൊന്നും ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. എന്നിരുന്നാലും ഒന്നിൽ കൂടുതൽ റിലേറ്റീവ്സിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണെന്ന് മാത്രം. ഒരുപക്ഷെ അവരെല്ലാം ഒരേ രീതിയിലുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനോട് എക്സ്പോസ്ഡ് ആവുന്നത് കൊണ്ടാവും. ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി എപ്പോഴും പറയുന്നത്, ഇപ്പോൾ ഓരോ ക്യാൻസർ എടുക്കുമ്പോഴും
നമ്മൾ എത്ര നാൾ ഒരു ആവറേജ് ഇത്തരം ക്യാൻസർ ബാധിച്ചവരിക്കും എന്നുള്ളത് അസസ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് പലപ്പോഴും കേട്ടിട്ടുണ്ട് നല്ലൊരു ലൈഫ് എക്സ്പെക്ടൻസി നമുക്ക് ഡയഗ്നോസ് ചെയ്താലും ട്രീറ്റ് ചെയ്താലും കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ലൈഫ് എക്സ്പെക്ടൻസി എങ്ങനെയാണ്? സാധാരണ എല്ലാ ക്യാൻസറിനും നമ്മൾ പറയുന്നത് ഒരു 5 ഇയർ സർവൈവലാണ്. അതായത് 5 വർഷം കഴിഞ്ഞാൽ ഈ ക്യാൻസർ വന്ന എത്ര പേർ ജീവിച്ചിരിക്കും എന്നുള്ളതാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ ഏർലി അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ 5 വർഷം കഴിഞ്ഞാലും അത് 95 to 100% ആണ്. അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്ന ഏർലി അല്ലെങ്കിൽ ഇടത്തരം സ്റ്റേജിലുള്ളവർ 5 വർഷം കഴിഞ്ഞാലും 100-ൽ 100 പേരും ജീവിച്ചിരിക്കാനുള്ള സാധ്യത തന്നെയാണുള്ളത്. കുറച്ച് മെറ്റാസ്റ്റാറ്റിക് അല്ലെങ്കിൽ പടർന്നു കഴിഞ്ഞാൽ മാത്രം ഒരു പക്ഷേ അത് 5-10 വർഷത്തിൽ ഒരു 40-50% മാത്രം അടിച്ചെടുക്കും. തീർച്ചയായിട്ടും ഇതിന്റെ ഈ സർജിക്കൽ ഇന്റർവെൻഷൻ എത്രത്തോളം വേണ്ടി വരും? ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സർജറിയാണ്. പലപ്പോഴും നമുക്കറിയാം ബ്ലാഡറിന് താഴെയുള്ള പ്രോസ്റ്റേറ്റ് എടുത്ത് മാറ്റിയ വളരെ സങ്കീർണമായ സർജറിയാണ്. അതെ, നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന റാഡിക്കൽ പ്രോസ്റ്റാറ്റക്ടമി എന്നുള്ളതാണ്. അതായത് പ്രോസ്റ്റേറ്റിൻ്റെ പൂർണ്ണമായും എടുത്തു മാറ്റും. പ്രോസ്റ്റേറ്റും അതിന് ചുറ്റുമുള്ള കുറച്ച് കാര്യങ്ങളും എടുത്തു മാറ്റുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് ചില രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് എങ്കിലും കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഒരു സർജിക്കൽ എക്സ്പെർട്ടൈസ്, അതായത് സ്ഥിരം അങ്ങനത്തെ സർജറികൾ ചെയ്യുന്ന സർജനാണെങ്കിൽ അങ്ങനെ കോംപ്ലിക്കേഷൻസ് അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവാറ് തന്നെ ഇല്ല. മാത്രമല്ല ഇപ്പോൾ റാഡിക്കൽ റോബോട്ടിക് പ്രോസ്റ്റാറ്റിക് സർജറി, അതായത് ഇതേ സർജറി തന്നെ റോബോട്ടിനെ ഉപയോഗിച്ച് വളരെ ചെറിയൊരു വർത്തിക്കൂടെ ചെയ്യുന്നതുകൊണ്ട് അതിനും അങ്ങനെ അധികം സൈഡ് എഫക്ട്സ് ഒന്നും അല്ലെങ്കിൽ പാർശ്വഫലങ്ങളൊന്നും അങ്ങനെ നമ്മൾ കാണാറില്ല. എപ്പോഴും ഒരു ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഇത് പടരുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ചോദ്യമായിട്ട് ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്നത് എങ്ങോട്ട് പടരും എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ പ്രോസ്റ്റേറ്റിനെ ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ ഇത് പടരാൻ സാധ്യതയുള്ളൊരു ക്യാൻസറാണോ? 2, ഈ ക്യാൻസർ പടർന്ന് എങ്ങോട്ടൊക്കെ പോകാനാണ് കൂടുതൽ സാധ്യത? ഏർലി സ്റ്റേജിലുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ അങ്ങനെ അധികം പടരാൻ സാധ്യത കുറവാണ്. കുറച്ച് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ അത് പടരാൻ സാധ്യതയുണ്ട്. സാധാരണ ഏറ്റവും കൂടുതലായിട്ട് പടരുന്നത് എല്ലുകളിലേക്കാണ്. നമ്മുടെ ഇടുപ്പിലെയോ അല്ലെങ്കിൽ നട്ടെല്ലിലോട്ടാണ് സാധാരണ ആദ്യമായിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പടർന്ന് കാണാറ്. മാത്രമല്ല ഇടുപ്പിലുള്ള കഴലുകളിലേക്കും ലിംഫ് നോഡ്സിലേക്കും സ്പ്രെഡ് ചെയ്ത് കാണാറുണ്ട്. ഇത് എങ്ങോട്ട് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്യാം. എന്നിരുന്നാൽ കൂടിയും ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്ത് നമ്മൾ കാണുന്നത് എല്ലുകളിലേക്കും നട്ടെല്ലിലേക്കുമാണ്. തീർച്ചയായിട്ടും ഇത്തരം പടരുന്ന ക്യാൻസറുകൾ എപ്രകാരമാണ് നമ്മൾ ചികിത്സിക്കുക? സാധാരണ നമ്മളൊരു ഗ്ലീസൺ 8, 9, 10 ആ രീതിയിലുള്ള അഗ്രസീവായിട്ടുള്ള കുറച്ച് ക്യാൻസേഴ്സാണ് അങ്ങനെ പടർന്ന് കാണാറ്. അങ്ങനെ പടർന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഹോർമോൺ ചികിത്സാ രീതിയോ അല്ലെങ്കിൽ കീമോതെറാപ്പിയോ കൊണ്ട് വളരെ വർഷങ്ങൾ ആക്ച്വലി ഇത് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് കൊണ്ടുപോകാവുന്നതാണ്. എപ്പോഴെങ്കിലും അത് വേദന ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റേഡിയേഷൻ അവിടെ കൊടുക്കാവുന്നതാണ്. ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അല്ലെങ്കിൽ ബാധിച്ച ആൾക്കാർ ഡിസേബിൾ ആവാനുള്ള സാധ്യതയുണ്ടോ? അതായത് കാലിലേക്ക് നട്ടല് തളർന്നു പോകുന്ന ഒരവസ്ഥ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഈ പടർന്നിട്ടുള്ള മെറ്റ്സ് അടിച്ചിട്ടുള്ള പേഷ്യൻസിന്? നട്ടലിലേക്ക് പടർന്ന് കഴിഞ്ഞ ആൾക്കാരിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചികിത്സ ആരംഭിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ട് കൂടിയാണ്. അത് കൃത്യമായ സമയത്ത് ചികിത്സ എടുത്തില്ലെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. നമ്മൾ ഹോർമോൺ ചികിത്സ തുടർന്നു കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ റേഡിയേഷൻ കൊടുക്കുകയോ ചെയ്താൽ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. തീർച്ചയായിട്ടും ഒരു ഇടവേള കൂടിയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. ഡോക്ടർക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ചാണ്. ഡോക്ടർ നിതിൻ രാജാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ മറ്റേതെങ്കിലും ഉള്ള നമുക്കറിയാം, ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് പല സ്ഥലത്തേക്കും പടരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റേ സ്ഥലത്തേക്കുള്ള സെക്കൻഡറി ക്യാൻസറായിട്ട് പ്രോസ്റ്റേറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുന്ന ആൾക്കാർക്ക്, പുരുഷന്മാരിൽ ലങ് ക്യാൻസർ, അപ്പോൾ അത് ഏതെങ്കിലും പടർന്ന് നമ്മുടെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ പ്രോസ്റ്റേറ്റിൽ പ്രൈമറി ആദ്യമായിട്ട് പ്രോസ്റ്റേറ്റിൽ ഉണ്ടായിട്ട് പിന്നീട് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നതാണ് നമ്മൾ കാണാറ്. അല്ലാതെ ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ, അതായത് ബ്രസ്റ്റ് അല്ലെങ്കിൽ ലങ്സ് അങ്ങനെ വല്ലയിടത്തും തുടങ്ങിയിട്ട് പിന്നീട് ഇങ്ങോട്ടൊക്കെ വരാനുള്ള സാധ്യത തുലം കുറവാണ്. പുരുഷന്മാരിൽ മാത്രം കാണുന്നതുകൊണ്ട് ബ്രസ്റ്റിനെ കുറിച്ച് പറയണമെന്നില്ല. ലങ്സ് അല്ലെങ്കിൽ കുടൽ ഇവിടെയൊക്കെ ഉണ്ടായിട്ട് പിന്നീട് അങ്ങനെ പ്രോസ്റ്റേറ്റിൽ അങ്ങനെ വന്ന് നമ്മൾ കാണാറേയില്ല. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നീക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ റാഡിക്കൽ പ്രോസ്റ്റക്ടമി കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയാണ്? റാഡിക്കൽ പ്രോസ്റ്റക്ടമി കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും ആക്ച്വലി മൂത്രം പോകാനൊരു ബുദ്ധിമുട്ട്, ചിലർക്കൊരു ലീക്കിംഗ് പോലെ കാണാറുണ്ട്, ചിലർക്ക് അവിടെ ചെറിയ വേദന പിന്നീട് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ടൊക്കെ ഒരു പക്ഷേ ഇത് ചെയ്ത് പരിചയമുള്ളവർ എണ്ണം കുറവാണ്. ഇപ്പോൾ ആക്ച്വലി അങ്ങനെ നമ്മൾ കാണാറുള്ള സർജന്മാരെല്ലാം ഇത് വർഷങ്ങളോളം ഇങ്ങനത്തെ സർജറികൾ ചെയ്ത് പരിചയമുള്ളവരായതുകൊണ്ടാവാം ഇതിലോട്ട് കാണുന്ന സർജറിയുടെ റിസ്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇപ്പോൾ വളരെ വളരെ കുറവാണ്. തീർച്ചയായിട്ടും ഇതിന്റെ ഫോളോ അപ്പിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഇത് ഒരു ട്രീറ്റ്മെന്റ് കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നാളിലൊരിക്കൽ ഫോളോ അപ്പ് വേണ്ടി വരും? പല ആൾക്കാരും ഈ ലോങ് ടൈം ക്യാൻസർ തെറാപ്പിയെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഈ ബ്രസ്റ്റ് ക്യാൻസർ ഏർലി ഡിറ്റക്ട് ചെയ്തു, ട്രീറ്റ് ചെയ്തു, ഒരു 6 മാസം റിവ്യൂവിന് വന്നു, പിന്നെ അടുത്ത ഓരോ വർഷവും വരാൻ പറയുന്നു. പക്ഷേ ലൈഫ് കഴിഞ്ഞു പോകുമ്പോൾ അനുസരിച്ച് ഇവരുടെ റിവ്യൂസ് പേഷ്യൻസ് തന്നെ തനിയെ മിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറയുന്നത് കാണാറുണ്ട്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ചുള്ള ഇതിന്റെ റിവ്യൂസ്, പ്രത്യേകിച്ച് ഒരു ലോങ് ടൈം, ഒരു 5 വർഷത്തെ കൂടുതൽ സർവൈവൽ ഉള്ള ഒരു സ്ഥിതിക്ക് ഇതിന്റെ
റിവ്യൂസ് എങ്ങനെയാണ്? സാധാരണയായി നമ്മൾ പറയുന്നത് ആദ്യത്തെ ഒരു 2 വർഷത്തിൽ കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മളെ കാണാൻ ഒരു 3 മാസത്തിലൊരിക്കലും, പിന്നീട് ഒരു 6 മാസത്തിലും, അതിനുശേഷം വർഷത്തിലൊരിക്കലും കാണാനാണ് പറയുന്നതെങ്കിൽ കൂടിയും പ്രോസ്റ്റേറ്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആളുകൾക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു ഇതായതുകൊണ്ട് പലപ്പോഴും ആളുകൾ ഫോളോ അപ്പിന് വരാതിരിക്കുന്നതാണ് സാധാരണയായി നമ്മൾ കാണാറ്. ആദ്യത്തെ ഒരു 1-2 വർഷം അവരൊക്കെ വളരെ കാര്യമായിട്ട് ഫോളോ അപ്പിന് വരികയും പിന്നീടുള്ള സമയത്ത് ശരി കുറച്ച് നാളാകുമ്പോഴത്തേക്ക് ഇതിനെ വളരെ ലാഘവത്തോടെ കാണുകയും പിന്നീട് അങ്ങനെ ഫോളോ അപ്പിന് ഡ്രോപ്പ് ഔട്ട് ആകുന്നതാണ് സാധാരണ നമ്മൾ കണ്ടത്. ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ മരണം എപ്രകാരമായിരിക്കും? സാധാരണ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ മരണം സംഭവിക്കുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയതിനു ശേഷം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക്, അതായത് ലിവറിലേക്കോ കരളിലേക്കോ ലങ്സിലേക്കോ ബ്രെയിനിലേക്കോ എവിടെയെങ്കിലും പടർന്നതിന് ശേഷമോ അല്ലെങ്കിൽ നട്ടലിലേക്ക് പടർന്നതിനോ ശേഷമൊക്കെ ആണ് നമ്മൾ ഇതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ മരണമായിട്ട് കണ്ടുവരാറ്. അതൊക്കെ ആക്ച്വലി സാധാരണയായി വളരെ പ്രായമുള്ള ആൾക്കാരിൽ കണ്ടുവരുന്നതുകൊണ്ട് തന്നെ അവർക്ക് മറ്റു പ്രശ്നങ്ങളും പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ കൊണ്ട് മാത്രമായിട്ട് മരണം സംഭവിക്കണമെന്നില്ല. പ്രായാധിക്യം കൊണ്ട് വരുന്ന സാധാരണ അസുഖങ്ങൾ, ശ്വാസകോശത്തിൽ വരുന്ന അണുബാധയാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാവാം, ഇതൊക്കെ ഇതിനോട് ചേർന്ന് കൂടെ വരുന്നത് കൊണ്ട് അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൊണ്ടുള്ള മരണമായിട്ട് അതിനെ കൂട്ടാമോ എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രത്യേകിച്ച് ട്രീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? എപ്പോഴാണ് പലപ്പോഴും നമുക്കറിയാം, ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ റിവ്യൂ മുടങ്ങിയിട്ടുണ്ടാകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണ് പലപ്പോഴും നോക്കുമ്പോൾ ഡോക്ടറെ പോയി കാണിച്ച് കുഴപ്പമില്ല, ഇനി പോയിട്ട് അടുത്ത നെക്സ്റ്റ് വിസിറ്റ് മതി എന്ന് പറഞ്ഞ് വിടുമ്പോഴായിരിക്കും പലപ്പോഴും ഈ പേഷ്യൻസ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പലപ്പോഴും അവർക്ക് മനസ്സിലാകാതിരിക്കുന്നത്. ഇവരോട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? ശ്രദ്ധിക്കാനുള്ളത് ആക്ച്വലി എല്ലാ ക്യാൻസറിനെയും പോലത്തെ ലക്ഷണങ്ങൾ തന്നെയാണ്. എപ്പോഴെങ്കിലും ആഹാരത്തിനോടൊരു താല്പര്യം ഇല്ലായ്മ വരികയും, അല്ലെങ്കിൽ തൂക്കം പെട്ടെന്ന് കുറയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇടുപ്പിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വേദന ഉണ്ടാവുക, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്നിടത്ത് തരിപ്പോ വേദനയോ അങ്ങനെ കൂടുതലായിട്ട് ഒരു 2-3 ആഴ്ചയിൽ കൂടുതലായിട്ടുണ്ടാവുക, ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ കൂട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടതും കൃത്യമായിട്ട് ഡോക്ടറെ കണ്ട് അതിൻ്റെ പരിശോധനാ മാർഗ്ഗങ്ങൾ അവലംബിക്കേണ്ടതാണ്. ഈ എപ്പോഴും ചോദിക്കാറുണ്ട്, ഈ ബയോപ്സി എടുക്കുന്നത്, പ്രോസ്റ്റേറ്റിൻ്റെ ബയോപ്സി എടുക്കുന്നത് ഒരു വേദനയുള്ള ഒരു പ്രൊസീജിയറാണ്. പലപ്പോഴും ഈ ഒരു ബയോപ്സി എടുക്കണമെന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ ക്യാൻസർ എല്ലാം സാധ്യതയില്ല, എന്നിരുന്നാൽ കൂടി നമുക്കൊരു ബയോപ്സി എടുത്ത് നോക്കാൻ പറയുമ്പോൾ പേഷ്യൻസ് എപ്പോഴും പറയുന്നത് ഇത് പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണോ എന്നുള്ളതാണ്. വളരെ ചെറിയ വേദന മാത്രം തരുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ബയോപ്സി എന്ന് പറയുന്നത്. എന്നാൽ വളരെ പ്രാധാന്യമേറിയതുമാണ്. എന്തുകൊണ്ടെന്നാൽ ചെറിയൊരു സൂചി കൊണ്ട് അവിടെ നിന്നുള്ള ഒരു ടിഷ്യൂ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇതിൽ എത്രത്തോളം പ്രശ്നമുള്ളതാണ്, ഇത് ക്യാൻസറസ് ആണോ അതോ ക്യാൻസർ ഇല്ലാത്തതാണോ, ഉണ്ടെങ്കിൽ തന്നെ അത് എത്രത്തോളം പ്രശ്നമുള്ള ഒരു ക്യാൻസർ ആണ് എന്നുള്ളതൊക്കെ. ഇത്തരം പരിശോധനകളോട് പൊതുവെ ആൾക്കാർ വേദനയുണ്ടോ എന്നുള്ള ഒരു കാരണം കൊണ്ട് ചിലരെങ്കിലും ഇതിന് മടിക്കാറുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അത്രത്തോളം വേദന ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയർ അല്ല. നിങ്ങൾ ആലോചിക്കുന്ന പോലെ ഒരു സർജറിയുടെ വേദനയോ അല്ലെങ്കിൽ ഒരു വലിയ സൂചി കുത്തുന്ന വേദന അത് മാത്രമേ ഉണ്ടാവാറുള്ളൂ. തീർച്ചയായിട്ടും ഇതിന്റെ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ അഡ്വാൻസ് ട്രീറ്റ്മെന്റ്, അതെങ്കിൽ ഇനി അടുത്ത തലമുറയിൽ വരുന്ന എന്തൊക്കെ ചികിത്സാ രീതികളാണ് ട്രയലിലുള്ളത്? തീർച്ചയായിട്ടും വളരെ അഡ്വാൻസ് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ നമുക്ക് പല രീതിയിലുള്ള ചികിത്സാ രീതികളുണ്ട്. അതിൽ തന്നെ റേഡിയേഷൻ്റെ തന്നെ ആൽഫ റേഡിയം, അതായത് ന്യൂക്ലിയർ മെഡിസിൻ കൊണ്ടുള്ള റേഡിയേഷൻ, ഈ പടർന്നു കഴിഞ്ഞ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ ഇപ്പോൾ എല്ലിലോട്ടൊക്കെയാണ് പടർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഉള്ളിലേക്ക് കഴിച്ചിട്ട് അത് ഇത്തരം ഭാഗങ്ങളിൽ പോയി കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് അത് അവിടുത്തെ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യും. അങ്ങനെയുള്ള ചികിത്സാ രീതികളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചിലതരം വാക്സിൻസ്, സിപ്ലൂസൽ ടി, ഇങ്ങനത്തെ കുറച്ച് വാക്സിൻസ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ ലഭ്യമാണ്. സോ ഇതൊക്കെയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ മുന്നോട്ടുള്ള ചികിത്സാ രീതി. തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ നമ്മുടെ പ്രേക്ഷകരോട് സംസാരിച്ചതിന് ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello.peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.